വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് സംഗീതത്തിലൂടെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ മനസ്സ് കീഴടക്കിയ 7 യുവാക്കളുടെ സംഘമാണ് BTS. BTSന്റെ വാർത്തകളും വിശേഷങ്ങളും കേൾക്കാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടവുമാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ ലോകത്തെ അറിയിക്കാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നിരവധി മാധ്യമങ്ങളുമുണ്ട്. കിം നാംജുൻ, കിം സിയോക് ജിൻ, മിൻ യുൻ ഗി, ജുങ് ഹോ സിയോക്, പാർക്ക് ജി മിൻ, കിം ടേ ഹ്യൂങ്, ജിയോ ജിയോങ് ജുക് എന്നിവരാണ് കോടിക്കണക്കിന് ആരാധകരുള്ള BTS സംഘത്തിലെ ആ 7 പേർ. RM എന്നറിയപ്പെടുന്ന കിം നാംജുൻ ആണ് ടീമിലെ ലീഡർ. കൂടാതെ മറ്റ് 6 പേർക്കും ഇതുപോലെ വിളിപ്പേരുകളുണ്ട്. ഈ 7 പേരും അറിയപ്പെടുന്നത് തന്നെ ആ വിളിപ്പേരുകളിലുമാണ്. ചുരുങ്ങിയ കാലം കൊണ്ടാണ് BTS ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി വാനോളം ഉയരുന്നത്. സാധാരണക്കാരായ 7 യുവാക്കൾ ഇത്ര പെട്ടെന്ന് ഇത്രയധികം ജനപ്രീതി നേടി വിജയം കൈവരിച്ചതിനു പിന്നിലെ കാരണം അവരുടെ കഴിവും കഠിന പ്രയത്നവുമാണ് എന്നുള്ളത് ആർക്കും നിസ്സംശയം എടുത്തു പറയാവുന്ന ഒന്നാണ്. കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെയുള്ള കോടിക്കണക്കിന് ആരാധകരാണ് BTSനുള്ളത്. ഇവരെല്ലാം അറിയപ്പെടുന്നത് ഒരൊറ്റ പേരിലാണ്, BTS ആർമി. ആരാധകരിൽ ഭൂരിഭാഗവും കൗമാരക്കാരും ചെറുപ്പക്കാരുമാണ്. വെറും ആരാധനയല്ല, ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് തന്നെയാണ് BTSനോട് ഇവരിൽ ഭൂരിഭാഗം പേർക്കുമുള്ളത്. ലവ് യുവർ സെൽഫ് എന്നാണ് ആരാധകരോട് BTS സംഘം എപ്പോഴും പറയാറുള്ളത്. മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന അവരുടെ വാക്കുകൾ, അവർ പകരുന്ന ഇൻസ്പിരേഷൻ, അവരുടെ മികവുറ്റ സംഗീതം, ഇതൊക്കെയാണ് ആരാധകരെ BTSലേക്ക് അടുപ്പിക്കുന്നത്. ബിഗ് ഹിറ്റ്സ് കമ്പനിയുടെ കീഴിലാണ് ബാൻഡ് പ്രവർത്തിക്കുന്നത്. 2010 രൂപീകരിച്ച ബാൻഡിന്റെ ആദ്യ അരങ്ങേറ്റം 2013 തുടക്കത്തിൽ ചുരുങ്ങിയ കാഴ്ചക്കാർ മാത്രമായിരുന്ന BTSന്റെ പാട്ടുകൾക്കുണ്ടായിരുന്നത്. എന്നാൽ കോവിഡ് കാലത്ത് പുറത്തിറക്കിയ ഡൈനാമൈറ്റ് എന്ന മ്യൂസിക്കിന് 24 മണിക്കൂറിനുള്ളിൽ 101 മില്യൺ വ്യൂസാണ് BTSന് യൂട്യൂബിലൂടെ ലഭിച്ചത്. പിന്നീട് അങ്ങോട്ട് ബാൻഡ് റിലീസ് ചെയ്ത പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ വരെ അതിഥികളായി ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഈ 7 അംഗ സംഘത്തിന് കഠിന പ്രയത്നത്തിന്റെയും കഷ്ടപ്പാടുകൾ നിറഞ്ഞ വഴികളുടെയും നിരവധി കഥകൾ പറയാനുണ്ട്. മ്യൂസിക് ബാൻഡ് രൂപീകരിച്ചതിന് ശേഷവും പലതരം അവഗണനകൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആരാധകർക്ക് വലിയ മൂല്യം നൽകുന്ന BTS താരങ്ങളുടെ പാട്ടുകളിലും വരികളിലും കുട്ടികളുടെ പ്രശ്നങ്ങളും വിവിധ സാമൂഹ്യ പ്രശ്നങ്ങളുമെല്ലാം പ്രതിഫലിക്കാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളായി BTS ആരാധകരൊക്കെ വലിയ വിഷമത്തിലാണ്. കാരണം എന്താണെന്നല്ലേ? ദക്ഷിണ കൊറിയൻ സർക്കാരിന്റെ നിയമപ്രകാരം ഒരു നിശ്ചിത പ്രായത്തിനുള്ളിൽ കൊറിയയിലെ യുവാക്കൾ സൈനിക സേവനം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇത് നിർബന്ധിത സൈനിക സേവനമാണ്. ഇതോടെ BTS ബാൻഡിലെ 7 പേരിൽ 3 പേർ ഇതിനകം തന്നെ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞു. സുഗ, ജിൻ, ജോബ് എന്നിവരാണ് സൈന്യത്തിൽ ചേർന്ന 3 പേർ. ബാക്കിയുള്ളവർ സോളോ പെർഫോമൻസ് ആണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. ഇവരും സൈനിക സേവനത്തിനായി പോകുവാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ഇതോടെ BTS ആരാധക ലോകം കടുത്ത നിരാശയിലാണ്. BTSന്റെ ഒരുമിച്ചുള്ള പെർഫോമൻസ് കാണാൻ ഇനി എത്ര കാലം കാത്തിരിക്കണമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. പ്രൂഫ് എന്ന ആൽബത്തിലെ യെറ്റ് ടു കം ആണ് അവസാനമായി ഒരുമിച്ച് ചെയ്ത മ്യൂസിക് വീഡിയോ. എന്തായാലും ആരാധകരെ ഏറെ ആവേശത്തിലാക്കിക്കൊണ്ട് 2025 7 പേരും ഒരുമിച്ച് തിരിച്ചെത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ പ്രിയ താരങ്ങളുടെ ഒന്നിച്ചുള്ള തിരിച്ചുവരവിനായി കാത്തിരിപ്പിലാണ് ആരാധകർ. ഇനി കാത്തിരുന്ന് കാണാം വീണ്ടും ആ 7 അംഗ സംഘത്തിന്റെ മടങ്ങി വരവിനായി.